നമ്മളിപ്പോ പ്രധാനമായിട്ട് കാണുന്നത് ചലച്ചിത്ര താരം, ഒരു പ്രമുഖ നടിയുടെ പേരിലുള്ള വിഷയങ്ങളാണ് നടക്കുന്നത്. ഇത്തരത്തില് ഇവരെ പറ്റി പല വിവാദങ്ങളും പ്രചാരണങ്ങളും എല്ലാം സോഷ്യൽ മീഡിയയിൽ മുൻകാലത്ത് നടക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവർ പ്രതികരിക്കുകയോ മറ്റു കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ നിലവിലെ സാഹചര്യത്തിൽ പ്രതികരിക്കാൻ തുടങ്ങി, കേസായി, പല പ്രമുഖന്മാരും പേര് പുറത്തു വന്നു തുടങ്ങി, പല രീതിയിൽ അവരെ അപമാനിച്ചു എന്നും അവർക്കെതിരെ അസഭ്യമായ കമന്റുകൾ ഇട്ടു, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴി അവരെ അപമാനിച്ചു എന്നൊക്കെ പറഞ്ഞ് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ ഇതിലെ ചിലവര് അനുകൂലിക്കുന്നുണ്ട്, ചിലവര് അത്തരത്തില് പ്രതികൂലിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ എന്താണ് ഇതിന്റെ ഒരു കാരണം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരാളെ മാത്രം? സത്യത്തില് മനുഷ്യരുടെ ചിന്തകള്, നമുക്ക് പല ആളുകളും ഈ സ്വയം കോൺഫിഡൻസ് ഇല്ലാത്ത ആളുകൾ, അവനവനെ തന്നെ ഇഷ്ടമില്ലാത്ത ആളുകൾ, സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയാത്ത ആളുകൾ, ശരിക്കും പറഞ്ഞാൽ അപകർഷബോധം ബാധിച്ച ആളുകൾ, അസൂയ ബാധിച്ച മനുഷ്യന്മാർ, ഇത്തരം ആളുകൾക്ക് സ്വന്തമായിട്ട് കഴിവുള്ള ആളുകൾ, നിലനിൽപ്പുള്ള ആളുകൾ, കോൺഫിഡൻസ് ഉള്ള ആളുകളോട്, എന്താ പറയുക, സമൂഹത്തിൽ വിജയിച്ച് നിൽക്കുന്ന ആളോട്, അവരോടൊക്കെ ഇതൊരു അസൂയ എന്ന് പറയും. അവരുടെ വിജയത്തിൽ ഒരു അസഹിഷ്ണുത എന്ന് പറയും. ഒരു തരം ഒരു അസുഖമാണെന്നത്, മനസ്സിലായി? അങ്ങനെയുള്ള കുറേ ആളുകളുണ്ട്. കാരണം അവർക്ക് കഴിയാത്ത കാര്യം മറ്റുള്ളവർ ചെയ്യുന്നു, അവർക്ക് കിട്ടാത്ത അംഗീകാരം മറ്റുള്ളവർ കൊടുക്കുന്നു. അപ്പോൾ ഇതെല്ലാം കാണുമ്പോൾ അത് വെറുതെ ഒരു എന്താ പറയുക, ഒരു അസ്വസ്ഥതമായ മനസ്സിൻ്റെ വികലമായ വ്യക്തിത്വങ്ങൾ, ഇത്തരം ആളുകളുടെ ഉള്ളിൽ ഈ അടിച്ചമർത്തപ്പെട്ട് കിടക്കുന്ന വികാരങ്ങൾ അത് മുഴുവൻ പുറത്തേക്ക് വമിക്കുകയാണെന്ന് വിഷം പോലെ. അപ്പോൾ അവർ ഇങ്ങനെ പലതും അവരുടെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വരികയാണ്. സത്യത്തിൽ ഈ അശ്ലീലം പറയുന്ന ആളെ ശ്രദ്ധിക്കേണ്ട കാര്യം ചെയ്ത്, നമ്മൾ ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്. ജനാധിപത്യ രാജ്യത്തിലെ ജനാധിപത്യ പൊതുസമൂഹത്തിന് നിരക്കാത്ത രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഈ പ്രമുഖ നടി ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ആ മോശമായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ആർക്കും വിമർശിക്കാനുള്ള അധികാരമുണ്ടെന്ന്, അവകാശമുണ്ടെന്ന്. അവർ ശരിക്കും ഒരു സത്യത്തിൽ ഇന്ത്യയുടെ എല്ലാ നിയമങ്ങളും നമ്മുടെ സിസ്റ്റങ്ങളും അനുസരിച്ചുകൊണ്ട് മാത്രമാണ് അവർ പോകുന്നത്. പിന്നെ അവരെ ഉദ്ഘാടനത്തിനും പരിപാടികൾക്കും ആളുകൾ വിളിക്കുന്നുണ്ടെങ്കിൽ അവർ വരുമ്പോൾ വളരെയധികം ആളുകൾ സന്തോഷത്തോടെ അവരെ കാണാൻ വരുന്നുണ്ടോ എന്നുള്ളതാണ് കാരണം ദൈവസൃഷ്ടിയിൽ അവർ വളരെ മനോഹരമാണ് എന്ന് മറ്റുള്ളവർക്ക് തോന്നുന്നു. അപ്പോൾ അവരെ കാണാൻ വളരെയധികം ആളുകൾ വരുന്നു. അപ്പോൾ അവരെ കാണുമ്പോൾ സന്തോഷം, ആഹ്ലാദം ഉള്ളതുകൊണ്ട് വളരെയധികം ആളുകൾ എത്തുന്നു. അവർ ഉദ്ഘാടനം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ അവർ വിളിക്കുമ്പോൾ വരുന്ന ജനങ്ങൾക്ക് ഇഷ്ടമുള്ളതും സ്നേഹമുള്ളതും കൊണ്ടാണ് ആളുകൾ വരുന്നത്. അതിൽ അസൂയ പൂണ്ടിട്ട് കാര്യമില്ല. കാരണം നമുക്ക് കിട്ടാത്തത് മറ്റൊരാൾക്ക് കിട്ടുമ്പോൾ അതിനോടുള്ള അസൂയ, അസഹിഷ്ണുത. ഇത്തരം ആളുകൾ ഇപ്പം നമ്മുടെ കേരളീയ സമുദായത്തിലൊരു 3 കോടി ജനം ഉണ്ടെങ്കിൽ അതിലൊരു എന്താ പറയുക, 1 കോടിയോളം ജനങ്ങൾ ഇത്തരം മനസ്സിനുടമകളാണ്. ഒരാൾ സന്തോഷമായിട്ട് പോവുക, അത് കാണുമ്പോൾ ഒരു അസ്വസ്ഥത. നല്ല കോൺഫിഡൻസിന് ആൾ നടക്കുക, നല്ല ഡ്രസ്സ് ഇട്ടൊരാൾ നടക്കുക, നല്ല ഹാപ്പിയിൽ അവർ പെരുമാറി പോവുക, ഇതൊന്നും കാണുമ്പോൾ സഹിക്കാതെ അസൂയ പൂണ്ട് അവരുടെ സന്തോഷം കളയാനായിട്ട് ശ്രമിക്കുന്ന വളരെയധികം ആളുകളുണ്ട്. ഇത്തരം ആളുകളുടെ എന്താ പറയുക, ഈ അസൂയക്കും കഷ്ടനിക്കൊക്കെ മരുന്നില്ല എന്ന് പറയില്ലേ, എന്നൊരവസ്ഥയാണ് ഇതിനവർ പറയുള്ളൂ. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കഴിയാത്ത മറ്റൊരാൾക്ക് കഴിയുന്നു, നമുക്കില്ലാത്ത മറ്റൊരാൾക്കുണ്ട്, അതിലുള്ള വിഷമം. ഞാൻ ഇതിനെ ഈ രീതിയിലാണ് കാണുന്നത്. കാരണം ഇതിൽ അവരെടുത്ത നിലപാട് വളരെ നല്ലൊരു നിലപാടാണ്. വേറെ ഒന്നുകൊണ്ടല്ല, അവർക്ക് ഇത്രയും എന്താ പറയുക, പബ്ലിക് സപ്പോർട്ടും പിന്തുണയും സാമ്പത്തികമായിട്ടുള്ള ഇതൊക്കെ ഉണ്ടായിട്ട് പോലും ഇത്രയും പ്രശ്നം അവർക്ക് നേരിടേണ്ടി വന്നെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടും പ്രയാസങ്ങളും കഷ്ടപ്പാടും ദുരിതം അനുഭവിച്ചിരിക്കുന്ന എത്രയോ പാവപ്പെട്ട പലതരത്തിലുള്ള ജനവിഭാഗങ്ങളുണ്ട്. അവർക്കെതിരെ ഇത് നിരന്തരം എല്ലാ മേഖലയിലും ഡെയിലി ഇതിങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എന്തേലും അത്ര ആളുകളുടെ മുഴുവനും ഒരു ശക്തി ഈ എന്താ പറയുക, ഈ ആരോപണം ഏറ്റ വ്യക്തിയുടെ ഒപ്പം ഉണ്ടായിരിക്കും. 100% നമ്മൾ ഈ എന്താ പറയുക, ഈ നടിക്കൊപ്പമാണ്. കാരണം അവരുടെ പിന്നിൽ ഉറച്ചു നിൽക്കുന്നു. കാരണം അവരുടെ ഭാഗത്താണ് ന്യായം, അവരുടെ ഭാഗത്താണ് നീതി വിശ്വസിക്കുന്ന ആളാണ്. ഇക്കാര്യത്തിൽ എൻ്റെ അഭിപ്രായം ഇതാണ്.